വി ഡി സതീശനായി സമ്മർദ്ദം ശക്തമാക്കുകയാണ് മുസ്ലിം ലീഗ്. ജനവികാരം മാനിക്കണമെന്നും ജനപിന്തുണ വി ഡി സതീശനാണെന്നും മുസ്ലിം ലീഗ് പറയുന്നു. AICC നിരീക്ഷകർക്ക് മുൻപിലാണ് ലീഗിന്റെ ആവശ്യം വന്നിരിക്കുന്നത്. അതേസമയം ലീഗിന്റെ സമ്മർദ്ദത്തിൽ ഹൈക്കമാൻഡിന് വലിയ അതൃപ്തിയുണ്ട്. ലീഗ് ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിരീക്ഷണം എന്ന് പറയുന്നത്. അതായത് വി ഡി സതീശന് വേണ്ടിയുള്ള കോൺഗ്രസ് ഇടപെടലുകളിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. ആരാണ് ഹൈക്കമാൻഡ്? ആ ഹൈക്കമാൻഡിന്റെ പേര് KC വേണുഗോപാൽ എന്നാണ്. അത്രയുള്ളൂ കഥ എന്ന് പറയുന്നത്. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. നോക്കാം എന്തൊക്കെയാണ് ഇന്നലെ ഈ നിരീക്ഷകരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഘടകകക്ഷികൾ പറഞ്ഞിരിക്കുന്നതെന്ന്. നൃപൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും യുദ്ധം തുടരുകയാണ്. അതിനിടയിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് വി ഡി സതീശന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ നിലപാട് AICC നിരീക്ഷകരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ നിലപാടിൽ ഹൈക്കമാൻഡ് അത്ര സുഖമായ ഒരു മറുപടി അല്ല, അല്ലെങ്കിൽ ഒരു താല്പര്യമല്ല ഉള്ളതല്ലേ, അതൃപ്തിയാണല്ലേ? തീർച്ചയായും മനു, ലീഗ് ശക്തമായി നിരീക്ഷകരോട് വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. വി ഡി തന്നെ വേണം. ജനവികാരവും പൊതുവികാരവും വി ഡി സതീശന് അനുകൂലമാണ്. KC ജനപിന്തുണയില്ല എന്ന കാര്യം കൂടി ലീഗ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശക്തമായി ഒരു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഘടകകക്ഷികൾ ഇടപെടുന്നതിലുള്ള അതിർത്തി നേരത്തെ തന്നെ ഹൈക്കമാൻഡിനുണ്ട്. പ്രത്യേകിച്ച് ലീഗിൻ്റെ പരസ്യ നിലപാട് തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശന് അനുകൂലമാണ് എന്ന് പരസ്യമായി തന്നെ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ തന്നെ കോൺഗ്രസ് ലീഡർഷിപ്പിന് അതൃപ്തിയുണ്ട്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം AICC നിരീക്ഷകരോട് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ വി ഡിക്ക് വേണ്ടി വാദമുന്നയിച്ചത്. മാത്രമല്ല KC ജനകീയനല്ല, അദ്ദേഹത്തിന് ജനപിന്തുണയില്ല, പൊതുവികാരവും ജനവികാരവും വി ഡി സതീശന് അനുകൂലമാണ്. അതുകൊണ്ട് വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നതാണ് ഈ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ കഴിഞ്ഞ ദിവസം നിരീക്ഷകർക്ക് മുന്നിൽ വാദം ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഘടകകക്ഷികളുടെ പൊതുവികാരവും അതാണ് എന്നും ലീഗ് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഘടകകക്ഷികളുമായി ലീഗ് നേതാക്കൾ അല്ലാതെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ഘടകകക്ഷികളിൽ നിന്ന് ഒരു ഏക അഭിപ്രായം വി ഡി സതീശൻ അനുകൂലമാണ് എന്ന വരുത്തി തീർക്കാൻ നിരീക്ഷകരുടെ മുന്നിൽ അത് ബോധ്യപ്പെടുത്താനും ലീഗ് മുൻകൈയെടുത്തു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഓപ്പണായി വി ഡി സതീശൻ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്ന് ലീഗ് കഴിഞ്ഞ ദിവസം നിരീക്ഷകരോട് നേരിട്ട് ആവശ്യപ്പെട്ടു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ കേരളത്തിൽ വന്ന് പാർലമെൻ്ററി പാർട്ടി നേതാക്കളെ കാണുന്ന ഘട്ടത്തിൽ ലീഗാണ് ദീപാദാസ് മുൻഷിയോട് വിളിച്ച് തങ്ങൾക്കും അഭിപ്രായം പറയാനുണ്ട്, തങ്ങൾക്കും അവസരം നൽകണം എന്നാവശ്യപ്പെട്ടത്. സാധാരണ ഘടകകക്ഷികളോട് ഹൈക്കമാൻഡ് ഇങ്ങനെ തലയെണ്ണാൻ വരുമ്പോൾ ഘടകകക്ഷി നേതാക്കളോട് അഭിപ്രായം ചോദിക്കാറില്ല. പക്ഷേ ദീപാദാസ് മുൻഷിയോട് PK കുഞ്ഞാലിക്കുട്ടി വിളിച്ച് ആവശ്യപ്പെട്ടു, ഘടകകക്ഷികളെ നിരീക്ഷകർ കാണണം, നിരീക്ഷകരോട് ഘടകകക്ഷികൾക്കും അഭിപ്രായം പറയാനുണ്ട് എന്ന് PK കുഞ്ഞാലിക്കുട്ടിയാണ് ദീപാദാസ് മുൻഷിയെ വിളിച്ച് ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ പാർലമെൻ്ററി പാർട്ടി അംഗങ്ങളെ കാണുന്നു, വൈകിട്ട് മടങ്ങുന്നതിന് മുമ്പ് നിരീക്ഷകർ ഈ ലീഗ് അടക്കമുള്ള ഘടകകക്ഷി നേതാക്കളെ കാണാം എന്ന് ഉറപ്പ് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഘടകകക്ഷി നേതാക്കളുമായി ഒരു അനൗപചാരികമായ ഒരു കൂടിക്കാഴ്ച, അത് ഈ പാർലമെൻ്ററി പാർട്ടി അംഗങ്ങളെ കാണുക എന്നതാണ് AICC നിയോഗിച്ചത്. അങ്ങനെ ഒരു നിർദ്ദേശം കൂടി ദീപാദാസ് മുൻഷി നൽകുന്നു. അങ്ങനെയാണ് PK കുഞ്ഞാലിക്കുട്ടിയും PJ ജോസഫും ഒപ്പം തന്നെ CP ജോണും അടക്കമുള്ള നേതാക്കൾ, NK പ്രേമചന്ദ്രനും അടക്കമുള്ള നേതാക്കൾ ഈ ഘടകകക്ഷി നേതാക്കളെ കണ്ടത്, നിരീക്ഷകരെ കണ്ടത്. അതിൽ കാണുമ്പോൾ തന്നെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാം എന്ന അഭിപ്രായമാണ് നിരീക്ഷകർ അവരോട് പറഞ്ഞത്. പക്ഷേ തീരുമാനം ഇതാകണം എന്ന് ലീഗ് ആവശ്യപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒപ്പം തന്നെ മനു കൂട്ടിച്ചേർക്കാനുള്ളത്, ഘടകകക്ഷികൾ ഒന്നിച്ച് ഒരു കുറുമുന്നണി ഉണ്ടാക്കി വി ഡി സതീശന് വേണ്ടി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി എന്ന തരത്തിലുള്ള നിരീക്ഷണവും AICC നേതൃത്വത്തിനുണ്ട്. ഇതിൽ കടുത്ത അതൃപ്തിയാണ് AICCക്കുള്ളത്. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ കയ്യാലപ്പുറത്തെ തേങ്ങയായി നിൽക്കുന്ന വി ഡി സതീശന് ലീഗിന്റെയും ഘടകകക്ഷികളുടെയും ഈ ഇടപെടൽ പാരയാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഇങ്ങനെ സമ്മർദ്ദപ്പെടുത്തിയാൽ തൊട്ടടുത്ത് തന്നെ തെലങ്കാനയിലും കർണാടകയിലും മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുത്തത്
ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അംഗങ്ങളുടെ ഭൂരിപക്ഷം ആരെയാണ് മുഖ്യമന്ത്രിയായി അവർ നിർദ്ദേശിക്കുന്നത്, അതിൽ ഭൂരിപക്ഷം പേര് ആരെയാണ് പറഞ്ഞത്, ആരെ പേരാണ് നിർദ്ദേശിച്ചത്, അവരെയാണ് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ ഇങ്ങനൊരു തെരുവിലേക്ക് പ്രകടനം നടത്തുക, ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കുക, ഘടകകക്ഷി നേതാക്കളെ കൊണ്ട് തന്നെ നിരീക്ഷകരുടെ മുന്നിൽ സമ്മർദ്ദമുണ്ടാക്കുക, ഇത്തരം വിഷയങ്ങളിൽ AICC ലീഡർഷിപ്പിന് കടുത്ത അതൃപ്തിയുണ്ട്. മാത്രമല്ല KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ പൂർണ്ണമായി അതൃപ്തനാണ്. കാരണം KC വേണ്ട എന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു എന്നതാണ്. അത് വല്ലാത്ത തരത്തിൽ അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഘടകകക്ഷി നേതാക്കൾ ഇടപെടുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഒപ്പം തന്നെ ഇന്ന നേതാവ് വേണം, ഈ നേതാവ് വേണ്ട, KC വേണുഗോപാലിന് ജനപിന്തുണയില്ല എന്നുകൂടി ലീഗ് നേതാക്കൾ ആ യോഗത്തിൽ നിരീക്ഷകരെ നേരിൽ കണ്ട് അറിയിച്ചു എന്നതാണ്. ഇത് വല്ലാത്ത അസ്വസ്ഥതയിലേക്ക് KC വേണുഗോപാലിനെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല KC വേണുഗോപാൽ വിഭാഗത്തിലെ നേതാക്കൾ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടനൊക്കെ തന്നെ ലീഗ് നേതാക്കൾക്കെതിരെ പരസ്യമായി അഭിപ്രായം പറയേണ്ടി വന്നതും വൈകിട്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ലീഗ് നേതാക്കൾ അടക്കമുള്ള ഘടകകക്ഷി നേതാക്കൾ ഒരുങ്ങുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അതൃപ്തി കൂടി. അതിന് കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടോ? ഇപ്പോൾ ഈ അതൃപ്തി ഹൈക്കമാൻഡ് വരുമ്പോൾ ഇപ്പോൾ ഇന്നലെ മാത്യു കുഴൽനാടൻ പരസ്യമായി ലീഗിനെ തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതിന്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങൾ കുഴൽനാടനെതിരെ മൂവാറ്റുപുഴയിലടക്കം നടക്കുന്നു. കുഴൽനാടന്റെ കോലമൊക്കെ കുഴൽനാടന്റെ ചിത്രമൊക്കെ ഫ്ലെക്സിൽ നിന്ന് വലിച്ചെടുത്ത് കീറിക്കളയുകയും കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഇപ്പോൾ UDF-നുള്ളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് നിർഭൻ. തീർച്ചയായും. കാരണം മാത്യു കുഴൽനാടനെതിരെ ലീഗ് പരസ്യമായ അഭിപ്രായം പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ പ്രാദേശികമായി പ്രതിഷേധമുണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് വലിയ രീതിയിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ലീഗിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും KCയുടെ PR ഏജന്റുമാർ ഇനി ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കില്ല എന്നടക്കമുള്ള നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഹൈക്കമാൻഡിനെ സമ്മർദ്ദപ്പെടുത്തുന്നതിൽ വലിയ അതൃപ്തി AICCക്കുണ്ട്. ഇങ്ങനെ ഘടകകക്ഷികൾക്ക് മുന്നിൽ വഴങ്ങി VD സതീശനെ ഇനി ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാക്കുമോ, അതോ ഹൈക്കമാൻഡിൻ്റെ മാനദണ്ഡമനുസരിച്ച് നടപടിക്രമങ്ങൾ അനുസരിച്ച് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഭൂരിപക്ഷം കിട്ടിയ ആളിനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുമോ എന്നതാണ്. ഈ പറഞ്ഞ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നം ഘടകകക്ഷികളിൽ കൂടി വ്യാപിക്കുകയാണ്. ഘടകകക്ഷികളും കോൺഗ്രസും തമ്മിലുള്ള തർക്കമായി മാറുന്നു. VD സതീശൻ ഘടകകക്ഷി നേതാക്കളെ തന്നെ തനിക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നു. പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള ലീഗിനെ പ്രത്യേക സമ്മർദ്ദ ശക്തിയായി ഉപയോഗിക്കുന്നു. മാത്രമല്ല ലീഗ് മറ്റ് ഘടകകക്ഷി നേതാക്കളുമായി നേരത്തെ തന്നെ ആശയവിനിമയം നടത്തി ഒന്നിച്ച് ഘടകകക്ഷികളുടെ പൊതുവികാരം VD സതീശന് അനുകൂലമാണ് എന്ന് AICC നിരീക്ഷകരെ അറിയിക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം AICC ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയാണ് ഉള്ളത്. മനു. ശരി, ഓക്കെ, താങ്ക് യു നിർഭൻ. നിർഭനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.